നിങ്ങളുടെ പേര് ഗൈനക്കോമാസ്റ്റി ഉണ്ടെന്നാണോ? എന്റെ 17 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെല്ലുവിളി നേരിട്ട പ്രശ്നം ഇത് തന്നെയാണ്. ഈ ഒരു തരത്തിലിരുന്ന എന്റെ ചെസ്റ്റിൽ നിന്നും ഇത്തരത്തിലേക്ക് ആക്കി മാറ്റാൻ സഹായിച്ച കുറച്ച് വർക്കൗട്ട്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്നത് അപ്പർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡംബൽ പ്രസ് ആണ്. ഈ വർക്കൗട്ട് 3 സെറ്റ് ഫെയിലിയർ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്, അപ്പർ ചെസ്റ്റിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങളുടെ ലോവർ ചെസ്റ്റ് താരതമ്യേന ഷേപ്പായി വന്നോളും. അതുകൊണ്ട് നിങ്ങൾ ചെസ്റ്റ് ഡേയിൽ അപ്പർ ചെസ്റ്റിന് 2-3 വർക്കൗട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അടുത്ത വർക്കൗട്ട് നിങ്ങൾ അപ്പർ ചെസ്റ്റിന് വേണ്ടി ഫ്ലൈ ആണ് കളിക്കാനുള്ളത്. അത് നിങ്ങൾ ഡംബലിൽ ചെയ്യുന്നതിന് പകരം കേബിളിൽ ഇങ്ങനെ ഡീബാർ ഇട്ടിട്ട് ചെയ്ത് നോക്കും, നല്ല എഫക്റ്റ് ആയിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾ ഇതും ചെയ്യാനുള്ളത് 3 സെറ്റ് ഫെയിലിയർ ആണ്. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ കേബിൾ ഫ്ലൈ ആണ്. ഇത് നിങ്ങൾ സിംഗിൾ ഹാൻഡ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഡബിൾ ഹാൻഡിനെക്കാട്ടി കൂടുതൽ എഫക്റ്റ് ആവുന്നത് സിംഗിൾ ഹാൻഡ് ആണ്. ഇത് നിങ്ങൾ 3 സെറ്റ് ഫെയിലിയർ ചെയ്യുക. എന്റെ ലാസ്റ്റ് വർക്കൗട്ടും നിങ്ങൾ ഒരിക്കലും ചെസ്റ്റ് ഡേയിൽ മിസ്സാക്കാൻ പാടില്ലാത്ത വർക്കൗട്ടുമാണ് ഈ പെഗ് ഫ്ലൈയും ക്ലോസ് ഗ്രിപ്പ് ഡംബൽ പ്രസ്സും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള വർക്കൗട്ട്. ഇത് നിങ്ങൾ 10 റെപ്പ് വെച്ച് രണ്ടിലും ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഒറ്റ സെറ്റ് ആകത്തുള്ളൂ. അങ്ങനെ ഒരു 3-4 സെറ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. ഇത് മസ്റ്റ് ആണ്. ഗെയിൻ ഉള്ളവർക്ക് ഗെയിന് പോകാൻ വേണ്ടിയുള്ള മസ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ ഇതാണ് എന്നെ ഗെയിനോ മാറ്റിയെടുക്കാൻ സഹായിച്ച ബെസ്റ്റ് വർക്കൗട്ട്സ്. അതർ പാർട്സിനുള്ള വർക്കൗട്ട്സ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ല. അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സുമായി ഞാൻ ഇനിയും വരുന്നതാണ്.